അഡ്വക്കേറ്റ് എ ജയശങ്കർ ടെലിഫോണിൽ. അഡ്വക്കേറ്റ് ജയശങ്കർ, ഇപ്പോൾ CPM-ൽ സംഭവിക്കുന്നത് കുറച്ച് കൗതുകകരമായ കാര്യമാണ്. ഇപ്പോൾ പ്രതിപക്ഷത്താണ് CPM. അദാനി MSC ഡീലിനെ കുറിച്ച് അവർ ആരോപണം ഉന്നയിക്കുന്നു, അഴിമതി ആരോപണം ഉന്നയിക്കുന്നു. പക്ഷേ ആ അഴിമതി ആരോപണത്തിന് CPM-ന്റെ പ്രമുഖരായ നേതാക്കളുടെ പിന്തുണയില്ല. അവർ പരസ്യമായി അതിനോട് വിയോജിക്കുന്നു എന്നുള്ളത് കൗതുകകരമാണോ? EP ജയരാജൻ, PK ശ്രീമതി, KK ശൈലജ തുടങ്ങിയവർ KK രാഗേഷിന്റെ ആരോപണം ആവർത്തിക്കുന്നില്ല എന്ന് മാത്രമല്ല അതിനോട് വിയോജിക്കുകയും ചെയ്യുകയാണ്. അതിൽ പ്രശ്നം എന്ന് വെച്ചാൽ ഈ തെരഞ്ഞെടുപ്പിൽ തോൽവിക്ക് ശേഷം പാർട്ടിക്കകത്ത് പൊതുവായിട്ടുണ്ടായിട്ടുള്ള ആശയക്കുഴപ്പമുണ്ട്. ആരുടെ കഴിവുകൊണ്ടാണ് അല്ലെങ്കിൽ ആരുടെ മേന്മ കൊണ്ടാണ് ഇത്ര വലിയ ഒരു തിരിച്ചടി പാർട്ടിക്കും മുന്നണിക്കും സർക്കാരിനും ഉണ്ടായത് എന്ന കാര്യത്തിലാണ് അഭിപ്രായ വ്യത്യാസം. അപ്പൊ അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഒരാളുടെ മാത്രം കഴിവുകൊണ്ടാണ് ഇത്ര വലിയ ചരിത്ര പരാജയം ഉണ്ടായത് എന്ന് വിചാരിക്കുന്ന ഒരു പാർട്ടിയിലുണ്ട്. അങ്ങനെയല്ല, മറ്റുള്ളവർക്ക് കൂടി ഉത്തരവാദിത്വമുണ്ട്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഉത്തരവാദിത്വം ഉണ്ടായിരുന്നില്ല, മറ്റുള്ളവർക്കാണ് കൂടുതൽ ഉത്തരവാദിത്വം എന്ന് വിചാരിക്കുന്നവരുണ്ട്. ഓരോരുത്തരും അവരവരുടെ ഭാവനയ്ക്കും മനോധർമ്മത്തിനും ഒത്ത രീതിയിൽ ഇപ്പോൾ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് ഒരു ലാർജർ ഇഷ്യൂവിന്റെ നമ്മൾ പുറമേക്ക് കാണുന്ന ഒരു ചെറിയ കാര്യം മാത്രമാണ്. ഈ വിഷയത്തിൽ മാത്രമല്ല, പല കാര്യങ്ങളിലും ഇതുപോലുള്ള അഭിപ്രായ വ്യത്യാസം. പക്ഷേ നമ്മുടെ വിഷയം ഇപ്പോൾ വിഴിഞ്ഞമായതുകൊണ്ട്, അദാനി പോർട്ട് ആയതുകൊണ്ടുള്ള സംഭവം എന്ന് വെച്ചാൽ, അദാനിക്ക് ലാഭം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉമ്മൻചാണ്ടി സർക്കാർ ഇങ്ങനൊരു കരാറുണ്ടാക്കിയത്. അതിൽ ആർക്കും ഒരു സംശയത്തിന് അവകാശമില്ല. കോൺഗ്രസ്സുകാർക്കും അതുകൊണ്ട് ലാഭം ഉണ്ടായിട്ടുണ്ട്. ഈ കരാർ ഒപ്പിടാൻ വന്നപ്പോൾ അദാനി ഇന്ദിരാഭവനിൽ മാത്രമല്ല പോയത്, സെക്രട്ടേറിയറ്റിൽ മാത്രമല്ല പോയത്, അദ്ദേഹം AKG സെന്ററിൽ പോയിരുന്നു, മാരാർജി ഭവനിൽ പോയിരുന്നു. ആ അദാനിയെ പോലെ ഒരാൾ വെറുതെ മാരാർജി ഭവനിലോ അല്ലെങ്കിൽ AKG സെന്ററിലോ പോകില്ല നമുക്ക്. അത് കഴിഞ്ഞ് ഈ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ് വിഴിഞ്ഞം പദ്ധതിയുടെ ഈ കരാറിനെ കുറിച്ചൊക്കെ അന്വേഷണം നടത്തിയ റിപ്പോർട്ട് വന്നത്. ആ റിപ്പോർട്ട് കിട്ടിയപ്പോൾ അതിലെ കൊള്ളയുടെ സ്വഭാവം വളരെ വ്യക്തമായിരുന്നു. സംസ്ഥാന താല്പര്യത്തിന് നിരക്കാത്ത രീതിയിലുള്ള വ്യവസ്ഥകളാണ്, അല്ലെങ്കിൽ അദാനിക്ക് വളരെയധികം ലാഭം കിട്ടുന്ന രീതിയിലുള്ള വ്യവസ്ഥകളാണ് ഈ കരാറിൽ ഉള്ളത് എന്ന് കണ്ടെത്തി. വസ്തുതാന്വേഷണത്തിൽ കണ്ടെത്തി. സർക്കാർ എന്ത് ചെയ്തു? കരാർ നിർണ്ണയിക്കും ഇല്ല. സർക്കാർ വേറൊരു കമ്മിറ്റി, ജുഡീഷ്യൽ പ്രോബ് കൊടുത്തു, ജസ്റ്റിസ് CN രാമേന്ദ്രൻ നായരെ നിയമിച്ചു. എന്നിട്ട് ഈ നടപടിയുമായിട്ട് മുന്നോട്ട് പോയി. അതിനുശേഷമാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലുള്ള ഈ കേരളത്തിന്റെ ഒപ്പിച്ച വികസനം, ഫ്ലാഗ്ഷിപ്പ് പ്രോജക്ട് എന്നൊക്കെ പറഞ്ഞ് പലവിധ വായ്ത്താരികൾ നടന്നു. ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് MSCയെ സഹകരിപ്പിക്കാനുള്ള ചർച്ചകൾ നടന്നത്. അതിന് ദേശാമാന റിപ്പോർട്ടുണ്ടല്ല, നിങ്ങൾ വിവരാവകാശ പ്രകാരം അപേക്ഷ കൊടുത്താൽ കിട്ടും അതിന്റെ ഡീറ്റെയിൽസ്. അപ്പൊ ഇത് ഈ നേരത്തെ പറഞ്ഞ പ്രൊസീജിയറിന്റെ ബാക്കി പത്രമാണ്. അപ്പൊ ആദ്യം കോൺഗ്രസ്സുകാർക്ക് കിട്ടിയ പോലെ ലാഭം അടുത്ത സ്റ്റേജിൽ CPM-കാരടക്കമുള്ള ഇടതുപക്ഷക്കാർക്ക് കിട്ടി. ഇതാണ് സത്യം. ഇനി കിട്ടുകയില്ല. ഇപ്പൊ 10 കൊല്ലം കഴിഞ്ഞ് അധികാരത്തിന് പുറത്തായില്ലോ. ഇനിയിപ്പോ സമീപകാലത്തൊന്നും അധികാരത്തിൽ വരാനും സാധ്യതയില്ല എന്ന് മനസ്സിലായതുകൊണ്ടാണ് ഇത് ആദ്യം അത് അഴിമതിയാണ് എന്ന വിദഗ്ധവാദവുമായിട്ട് സഖാക്കന്മാർ രംഗത്ത് വന്നിട്ടുണ്ട്. അതിൽ തന്നെ പ്രധാനമായിട്ട് KK രാഗേഷിനെ പോലുള്ള യുവ തുർക്കികളാണ്. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം, KK രാഗേഷിന്റെ ഭാര്യയ്ക്ക് എങ്ങനെയാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ അസോസിയേറ്റ് പ്രൊഫസറായിട്ട് കിട്ടിയത്? ഇതൊക്കെ ഇതുപോലെയൊക്കെ തന്നെയുള്ള പരിപാടികൾ തന്നെയാണ്. ഓരോന്നിനും മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്ന അതാത് കാലത്തുള്ള സർക്കാരുകളും അല്ലെങ്കിൽ സർവകലാശാലകളും അങ്ങനെയുള്ള ആളുകളും. ഇതൊക്കെ വെറുതെ പറഞ്ഞ് ഇവിടെ അന്തരീക്ഷ മലിനീകരണം നടന്നതുകൊണ്ട് ഒരു വ്യത്യാസം ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ അദാനിയെ സംബന്ധിച്ചിടത്തോളം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ തുടർച്ചയാണ് പിണറായി സർക്കാർ, പിണറായി സർക്കാരിന്റെ തുടർച്ചയാണ് സതീശൻ സർക്കാർ. ഇനി നാലാമതൊരു സർക്കാർ വരികയാണെങ്കിൽ ആ സർക്കാരും അതിന്റെ തുടർച്ചയും. നമ്മൾ ഇതിനെക്കുറിച്ച് വെറുതെ ചർച്ച ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. ഈ അദാനി എന്ന് പറഞ്ഞാൽ ഒരു വലിയ കച്ചവടക്കാരനാണ്. അദ്ദേഹത്തെ ഇതുപോലെ ഒരു ആയുഷ്കാലത്ത് ഒരാൾക്ക് എത്ര പണം സമ്പാദിച്ചത് ഒന്ന് ആലോചിച്ചു. ഇയാൾ എങ്ങനെയാണ് ഇത്ര അധികം പണം സമ്പാദിച്ചത്? എങ്ങനെയാണ് പുള്ളിയുടെ വ്യവസായ സാമ്രാജ്യം ഇന്ത്യ രാജ്യത്ത് 28 സംസ്ഥാനങ്ങൾ കടന്ന് വിദൂരപൂർവ്വ ദേശങ്ങളിലേക്കും ആഫ്രിക്കയിലേക്കും അമേരിക്കയിലേക്കും വരെ പടർന്നത് എന്ന് ചോദിച്ചാൽ അത് വളരെ വ്യക്തമാണല്ലോ. അതാത് സ്ഥലത്ത് അതാത് സമയത്ത് കാണേണ്ട ആളുകളെ കാണുന്ന പോലെ കണ്ടുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ വിജയം സമ്പാദിക്കാൻ കഴിഞ്ഞത്. അല്ലെങ്കിൽ വിജയം ഉണ്ടാകുകയില്ല. എത്ര കാര്യങ്ങളും പിന്നെ വെറുതെ നമുക്ക് ചർച്ച ചെയ്യാൻ തർക്കിക്കാതെ മാത്രം. തീർച്ചയായും. വളരെ നന്ദി അഡ്വക്കേറ്റ് ജയശങ്കർ. ശ്രീ അനിൽകുമാർ സംസാരിച്ചതിന്. വിഴിഞ്ഞത്ത് എന്തായാലും ഒറ്റ നിലപാടല്ല CPM-നുള്ളത്. CPM-ന്റെ സീനിയർ നേതാക്കൾ, സീനിയർ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ പറയുന്നത് കുറച്ച് കൗതുകത്തോടു കൂടി മാത്രമേ കേരളം കാണുന്നുള്ളൂ. സാധാരണ നിലയിൽ ഒരു ലൈനിൽ അഭിപ്രായം പറയുന്ന പാർട്ടി നേതാക്കൾ ഇപ്പോൾ പല ലൈനിൽ അഭിപ്രായം പറയുന്നു. അതിൽ കണ്ണൂരിലെ പാർട്ടിയിലെ ഉൾപാർട്ടി വിഷയങ്ങളും പ്രതിഫലിക്കുന്നുണ്ട് എന്ന് CK വിജയൻ കണ്ണൂരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുകയും